ഒരു ചെറിയ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വായിക്കുന്നു. ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിങ്ങൾക്കിവിടെ ദർശിപ്പാൻ കഴിഞ്ഞത് ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യമാണ്. ഈ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ചാണ്. മനുഷ്യരെപ്പോഴും നമുക്ക് സംഭവിക്കുന്നതൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുമ്പോൾ ദൈവം ഒരിക്കലും നമ്മെ പരിഹസിക്കുന്നവനല്ല. ഒരു പക്ഷെങ്കിൽ വൈകല്യങ്ങൾ പലപ്പോഴും ശാപം കൊണ്ടാണെന്നും പാപം കൊണ്ടാണെന്നും മാതാപിതാക്കളുടെ അകൃത്യങ്ങൾ കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞെന്നിരിക്കാം. വൈകല്യങ്ങളെ പലപ്പോഴും കാരണങ്ങൾ കണ്ടെത്തുവാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ ഈ വൈകല്യങ്ങളുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്നതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ, യേശു അദ്ദേഹത്തെ കണ്ടു. യേശു കണ്ടപ്പോൾ യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും കണ്ടു. യേശു കണ്ടതും ശിഷ്യന്മാർ കണ്ടതും രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ്. ശിഷ്യന്മാർ കണ്ടത് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള ചിന്തയോടുകൂടിയാണ്. എന്നാൽ യേശു കണ്ടത് ഇവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായി എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ്. ഇന്ന് രാത്രികാലം ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുന്നതിൻ്റെ മുഖാന്തരമാണെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കുരുടനായ മനുഷ്യന്റെ ആ ബലഹീനതയെ അവർ ഉയർത്തിക്കാട്ടുമ്പോൾ യേശു ആ ബലഹീനതയെ മാറ്റി അവനെ സൗഖ്യമാക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്രേ. ദൈവത്തിൻ്റെ അത്ഭുതം നമ്മളിൽ എല്ലാവരിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. പലപ്പോഴും നമുക്കത് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. ഈ ജന്മത്തിൽ, ഈ ഭൂമിയിൽ നമുക്കൊരു ജന്മം ലഭിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ അത്ഭുതത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ശാരീരിക വൈകല്യങ്ങളോ മാനസിക വൈകല്യങ്ങളോ അതൊന്നുമല്ലെങ്കിൽ നിന്റെ വീട്ടിലെ തകർച്ചകളോ കടഭാരങ്ങളോ മറ്റെന്ത് പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ, അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് സംഭവിച്ചത് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും, അഭിവൃദ്ധിക്ക് കാരണമായി തീരും. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്ക് ഭവിച്ചത് മുഴുവൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ച പ്രശ്നം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നത്തെ ദൈവിക പ്രവൃത്തിയുടെ അഭിവൃദ്ധിക്കായി മാറ്റുവാൻ എങ്ങനെ കഴിയും? ദൈവത്തിന് അത് കഴിയും. അതാണ് ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ഭാഗത്തു നിന്നും കുറെ കാര്യങ്ങൾ നടക്കണം. അതൊന്ന്, നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ വരണം. കർത്താവിന് സ്തോത്രം. യേശു കടന്നു പോകുമ്പോൾ ഈ കുരുടന്റെ അടുക്കൽ യേശു വന്നു. ഇവിടെ യേശുവും ഈ വൈകല്യമുള്ള മനുഷ്യനുമായി അടുക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും
യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒരവസരം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ആ അവസരമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അതിപ്രധാനപ്പെട്ട ദിവസം, അതിപ്രധാനപ്പെട്ട അവസരം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു, ഇതുവരെയും യേശുവിനെ കാണുവാൻ കഴിയാതെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിനെ കാണുവാനുള്ള അവസരമായി ഈ മനോഹരമായ ഗാനസന്ധ്യ ആയിത്തീരുന്നുവെങ്കിൽ ഞങ്ങൾ ധന്യരാണ്. ഞങ്ങൾക്ക് കുറച്ച് പണം ലഭിക്കുന്നതിലുപരിയായി, ഞങ്ങൾക്ക് കുറച്ച് കയ്യടി ലഭിക്കുന്നതിലുപരിയായി ഈ ആത്മീക കൂട്ടായ്മ മുഖേന ആരെങ്കിലും ഇന്ന് യേശുവിനെ കണ്ടുമുട്ടുവാനിടയായാൽ അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ കിടക്കയിൽ കിടക്കുന്ന ഈ കൊച്ചുമോൻ ഇനി ഒരിക്കൽ പോലും തനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്നോ പാടാൻ പറ്റുമെന്നോ ആ മുറിയിൽ നിന്നും ആ കട്ടിലിൽ നിന്നും തനിക്ക് ഒരു മാറ്റമുണ്ടാകുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചതല്ല. എന്നാൽ യേശുവിനെ താൻ കണ്ടുമുട്ടിയതോടുകൂടി തന്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് മാറ്റം നൽകുവാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഈ ഇരിക്കുന്ന മനോജ് ഇതേപോലെ അപകടത്തിൽ പെട്ട് തളർന്നുപോയ സഹോദരനാണ്. അതൊരു ഹൈന്ദവ സഹോദരനാണ്. എന്നാൽ തന്റെ ജീവിതത്തിൽ പിടിച്ച അപകടം തന്റെ ശരീരത്തെ എന്നേക്കുമായി തളർത്തിയെങ്കിലും യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ഇന്ന് ഈ വേദിയിൽ അദ്ദേഹം ഈ ഉപകരണം വായിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. കർത്താവിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഈ ആനന്ദ മോഹൻദാസ് നല്ലൊരു മേസ്ത്രിയായിരുന്നു. ഇവിടെ അങ്ങനെ ആരെങ്കിലും മേസ്ത്രിപ്പണി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ സാധിക്കും. വളരെ നന്നായിട്ട് വാർക്കുകയും തേക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു മേസ്ത്രിയായിരുന്നു. അദ്ദേഹം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ്. എന്നേക്കുമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു പോയി. പ്രിയമുള്ളവരെ, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് മാത്രമാണ്. ഈ പ്രിയ ബെന്നി സാറ് ഇന്ന് പാടുന്നത് യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് പറയുവാനുള്ള സന്ദേശം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിങ്ങൾ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുകയല്ല, പരാതിപ്പെടുകയോ പരിഭവപ്പെടുകയോ അല്ല വേണ്ടിയത്. നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് നിങ്ങളെ ഉപയോഗിപ്പാൻ കഴിയും. കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനം നൽകുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം അത് മാത്രമാണ്. ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി 30 ലക്ഷം വരുന്ന ആളുകളുടെ നായകനായി ദൈവം കണ്ടത് സംസാരശേഷിയില്ലാത്ത ഒരു വിക്കനെയാണ്. നിങ്ങൾ നോർത്ത് നോക്കിയ 30 ലക്ഷം ആളുകളെ നയിക്കുവാൻ മറ്റാരും ഇല്ലാഞ്ഞിട്ടാണോ? വാക്ചാതുര്യമുള്ളവരും സാമർഥ്യമുള്ളവരും കഴിവുകളുള്ളവരും ഒക്കെ ഉണ്ടായിട്ടും ദൈവം വൈകല്യമുള്ള ഒരാളെയാണ് തെരഞ്ഞെടുത്തത്. മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, എന്നെക്കാട്ടിൽ കഴിവുള്ള മറ്റാരെയെങ്കിലും നീ തെരഞ്ഞെടുക്കണം. ഞാൻ പോകത്തില്ല, ഫറവോന്റെ അടുക്കൽ പോകുവാൻ എനിക്ക് യാതൊരു കഴിവുമില്ല. പിന്മാറുവാൻ 5 പ്രാവശ്യം മോശ ശ്രമിച്ചു. അപ്പോഴൊക്കെ ദൈവം പറഞ്ഞു, നീ നോക്കുക, നിന്റെ കൈകൾ നിന്റെ മാർവിടത്തിലേക്ക് ഇടുക. അവൻ കൈകൾ മാർവിടത്തിലേക്ക് ഇട്ടപ്പോൾ ആ കൈകൾ കുഷ്ഠമുള്ള കൈകളായി മാറി. മോശ നിലവിളിച്ചു, അയ്യോ, എന്റെ കൈകൾ കുഷ്ഠം പിടിച്ചിരിക്കുന്നു, ഞാനൊരു കുഷ്ഠരോഗിയാണ്. ഇതിനാണോ ദൈവം എന്നെ വിളിച്ചത്? ഈ കുഷ്ഠമുണ്ടാകാനാണോ ദൈവം എന്നെ വിളിച്ചത്? പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞു, നീ ആ കൈകൾ വീണ്ടും മാർവിടത്തിലേക്ക് ഇടാൻ പറഞ്ഞു. വീണ്ടും മാർവിടത്തിലേക്ക് ഇട്ടപ്പോൾ ആ കൈകൾ സൗഖ്യമുള്ള കൈകളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അത്ഭുതം ഉണ്ടായിട്ട് പോലും മോശ പറയുന്നു, എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ കൈയുടെ കുഷ്ഠം മാറി, എനിക്ക് സൗഖ്യം കിട്ടിയെങ്കിലും പക്ഷെങ്കിൽ എന്റെ നാവിന്റെ വിക്ക് മാറിയില്ല, എന്റെ ബലഹീനത മാറിയില്ല, എന്റെ വൈകല്യം മാറിയില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോശേ, ഊമനെ ഉണ്ടാക്കിയത് ഞാനാണ്, ചെകിടനെ ഉണ്ടാക്കിയത് ഞാനാണ്, തടിച്ച നാവുള്ളവനെ ഉണ്ടാക്കിയത് ഞാനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, വൈകല്യങ്ങൾ ദൈവം അറിയാതെയല്ല ബലഹീനതകൾ സംഭവിക്കുന്നത്. അത് ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. സൗഖ്യമാക്കി ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയും, സൗഖ്യമാക്കാതെയും ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയും. മോശയുടെ മരണം വരെ സൗഖ്യം ലഭിക്കാതെ വിക്കനായി മാത്രം മോശ ജനത്തെ നയിക്കുവാൻ ദൈവം മോശയെ ഉപയോഗിച്ചു എങ്കിൽ
ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിലുണ്ടായ വൈകല്യങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയത്തില്ല, എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് പിടിവാശി പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു, നിന്റെ രോഗത്തിന് സൗഖ്യമായതിനു ശേഷമല്ല, നിന്റെ രോഗത്തോടുകൂടി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുവാൻ, കർത്താവിന്റെ സാക്ഷിയാകുവാൻ, കർത്താവിനെ സേവിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിപ്പാൻ കഴിയും. ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. പ്രൈസ് ഗോഡ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ബലഹീനതയിൽ, ഈ രോഗത്തിൽ, ഈ വൈകല്യത്തിൽ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ രോഗമോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോടുകൂടി ആരെങ്കിലും നിരാശയോടുകൂടി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നീ ഭാരപ്പെടേണ്ട. യേശുവിന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. യേശുവിന്റെ അത്ഭുതം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയും. യേശുവിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയും. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിനായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കും.